ശരി, ശ്രീ ജിജി ജോസഫ് ഉണ്ട്, ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്, ബിജെപിയുടെ പ്രതിനിധിയാണ്. ശ്രീ ജിജി ജോസഫ്, താങ്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ ആ ചടങ്ങിൽ പങ്കെടുത്തതുമാണല്ലോ, ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണല്ലോ. ഇവിടെ വസന്ത് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇങ്ങനെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റും പറയുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷത്തിൽ പ്രധാനമന്ത്രി വിരുന്ന് നൽകിയ സമയത്തും അത്തരത്തിൽ അങ്ങനെ പങ്കെടുത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ല, കോൺഗ്രസിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന് വേറെ വല്ലതും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ പുരോഹിതന്മാര്, മതമേലധ്യക്ഷന്മാര് ആരും വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല. ഒരാളും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. വളരെ സൗഹാർദ്ദപരമായി എല്ലാവരും പ്രധാനമന്ത്രിയെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അദ്ദേഹവുമായി ബാക്കി വിശേഷങ്ങൾ പങ്കിട്ട് ക്രിസ്മസ് ആശംസകൾ പരസ്പരം നേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ടാണ് ഈ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഈ പ്രശ്നം. അവരെല്ലാ കാലത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാണിക്കുന്നത് പൊള്ളത്തരമാണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അറിയാമെന്ന്. അവര് മുൻപം വിഷയം വരുമ്പോ അവരെന്താ പറയുന്നത്? അവര് പറയും ഇത് ഇങ്ങനെയല്ല, ചർച്ച് ബില്ല് വരും എന്ന് പറയും. ഇവർ ഓരോ കാലത്ത് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഈ ആളുകളെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് അത് മനസ്സിലായെന്നേ. ഇവർ ഈ പേടിപ്പിക്കുന്നതൊക്കെ വെറുതെ രാഷ്ട്രീയം മാത്രമാണ്, ഇതിന്റെ അകത്തൊന്നും ഒരു കാര്യവുമില്ല, സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ മനസ്സിലായെന്നേ. അതുകൊണ്ടല്ലേ ഞങ്ങൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു വിജയം നേടിയത്. ഇവരിതെല്ലാം അവിടെ പറഞ്ഞല്ലോ, മണിപ്പൂരിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ മണിപ്പൂരിന് വേണ്ടിയിട്ടാണ് കരയുന്നത് എന്ന് പറയുന്ന സമയത്തും മണിപ്പൂരിലെ ഇംഫാലിലെ ബിഷപ്പും ബോംബെയിലെ കർദിനാളും അതുപോലുള്ള പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെയും ജാക്കോബിറ്റ് സഭയുടെയും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും പറഞ്ഞല്ലോ ഇത് അവിടെ നടക്കുന്ന ഒരു ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ കോൺഗ്രസിന് ഇത് സഹിക്കുന്നില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ചോദിക്കുന്നത് ഇവരെന്തിനാണ് ഇപ്പൊ പോകുന്നത്, ഇത്ര നാളും എന്താണ് പോകാതിരുന്നത് എന്നായിരുന്നു ചോദ്യം. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയി തുടങ്ങിയപ്പോൾ ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാം, ആ ക്വസ്റ്റ്യൻ മുഴുവൻ ഇവർ ഓരോരുത്തരോട് ചോദിക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ, നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. അവരെന്ന് ഈ നെഗറ്റീവ് കാണത്തേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കേണ്ട പ്രശ്നങ്ങളെ കുറിച്ച്, നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർ പറയുന്നു. അവർ ഛത്തീസ്ഗഡിന്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണല്ലോ അത്. ഘർ വാപ്പസി വേണം എന്ന് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുകയാണ് ക്രൈസ്തവ സമൂഹത്തോട്. ഇല്ലെന്ന്, ഇത് പലതും സംഘപരിവാർ സംഘടനകളല്ലെന്ന്. നമ്മൾ പല സ്ഥലത്തെയും ഈ ക്ഷേത്രങ്ങൾക്കെതിരെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതൊക്കെ BJP നേതൃത്വം, RSS നേതൃത്വം ഒന്നും അല്ലെന്ന്. സമ്മതിച്ചു. ഒരു സംഘപരിവാർ സംഘടനയല്ല, ഛത്തീസ്ഗഡിൽ ഇടപെട്ട സംഘപരിവാർ സംഘടനയല്ല. പക്ഷെ അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ കേസ് കൊടുത്തു. ഒരു പേപ്പറിൽ, ഒരു തുണ്ട് കടലാസിൽ FIR ഇടാൻ നിങ്ങളുടെ സർക്കാർ എന്തുകൊണ്ട് ആർജവം കാണിച്ചില്ല? അതോ അതും ഭരിക്കുന്നതിന് BJP അല്ലേ? വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കുവാണോ ഭരിക്കാൻ? ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. December 6 തർക്കമന്ദിരം തകർത്തത് ഞങ്ങളാണെന്നും പറഞ്ഞ് ഇന്ത്യ മുന്നണിയിലെ ഒരു മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ഒരു പോസ്റ്റ് ഇട്ടല്ലോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്നേ? അല്ലല്ല, ഞാൻ ചോദിച്ചല്ലോ, കോൺഗ്രസിന്റെ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ കൃത്യമായി പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടാണ്. അത് പറഞ്ഞു കേട്ടു. താങ്കളോട് ചോദിച്ചത് BJPയുടെ നിലപാടാണ്. അത് പറയാനുണ്ടോ? ഇല്ല. കേസ് എടുക്കാൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ പറയാണ് സംഘപരിവാർ സംഘടന അല്ല കേട്ടോ. പിന്നെ ആരാണത്? നിങ്ങൾ എന്താ ഫാൻസി ഡ്രസ് കളിപ്പിച്ച് വിട്ട ടീംസ് ആണോ? മാസ്ക് ഇട്ട് വന്നാണോ? നിങ്ങളല്ലേ ഭരിക്കുന്നത് ഛത്തീസ്ഗഡിൽ? നിങ്ങളല്ലേ ഭരിക്കുന്നത്? ഇനി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ല മധ്യപ്രദേശ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണോ? മധ്യപ്രദേശ് എന്താണ് നിങ്ങളുടെ നിലപാട്? ഉത്തർപ്രദേശ് 83 ദിവസം ഒരു വൈദികൻ ജയിലിൽ കിടക്കുകയാണ്. ഒടുക്കം അവിടുത്തെ ഹൈക്കോടതി അത് തെറ്റാണ് എന്ന് കണ്ട് നിങ്ങളുടെ കേസേ വ്യാജമാണെന്ന് പറഞ്ഞ് കൊട്ടയിലെടുത്ത് കളഞ്ഞു ആ കേസ്. എന്നിട്ട് ആ വൈദികനെ വെറുതെ വിട്ടു. എന്താണ് നിലപാട്? ഗ്രഹാം സ്റ്റെയിൻ എന്താണ് നിങ്ങളുടെ നിലപാട്? ഫാദർ സ്റ്റാൻസാമി എന്താണ് നിങ്ങളുടെ നിലപാട്? പെഗാസസ് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാൻസാമിയെ വേട്ടയാടി എന്നുള്ള റിപ്പോർട്ട് വെളിയിൽ വന്നില്ലേ? പക്ഷേ അവിടെ പോയി ആതിഥ്യം സ്വീകരിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെയാണ്. തിരിച്ച് മോദിക്ക് സ്വീകരണം നൽകുന്നതും മോദിക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ ആതിഥ്യം നൽകുന്നതും ഒക്കെ ക്രൈസ്തവ സഭകൾ തന്നെയാണ്.
സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ആ ഒരു സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രമന്ത്രി വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കായികയൊന്നും. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഈ കേക്കിൽ മണിപ്പൂരിലെ കുറെ പേരുടെ രക്തം പുരണ്ടിട്ടുണ്ട്, ഛത്തീസ്ഗഡിലെ കുറെ പേരുടെ രക്തം പുരണ്ടിട്ടുണ്ട്. ശരി, ജി പറയട്ടെ പറയാം വസന്ത്, ജി പറയട്ടെ. നിങ്ങൾ എന്തിനാ അക്ഷമയോട് പെരുമാറുന്ന എന്തിനാ? ഒരാളുടെ സമയത്ത് ഒരാൾ സംസാരിക്കട്ടെ. ഒരക്ഷമയില്ല, വസ്തുതാപരമായ അതില്ല. എന്താണ് ഞാൻ സംസാരിച്ചോട്ടെ, നിങ്ങൾ അത് കഴിഞ്ഞ് പറയാനുള്ളത് നിങ്ങളുടെ സമയത്ത് പറഞ്ഞോ. അല്ല, വസ്തുതാപരമായി തെറ്റ് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും. അല്ലെങ്കിൽ ശ്രീ മഞ്ജുഷ് പറഞ്ഞ ഈ ചർച്ചയിൽ നിന്ന് ലെഫ്റ്റ് അയക്കാം. വസ്തുതാപരമായി തെറ്റും മണ്ടത്തരവും പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും, ഇനിയും ചൂണ്ടിക്കാണിക്കും. ഈ ചർച്ചയിൽ ഉടനീളം എനിക്ക് തരുന്ന സമയം എനിക്ക് മണ്ടത്തരം പറയാനും എനിക്ക് വസ്തുതാപരമായി അദ്ദേഹം പറയട്ടെ, വസന്ത് അദ്ദേഹം പറയട്ടെ, ജിജി പറയട്ടെ. സമയം തരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വാദമുഖങ്ങൾ ഉന്നയിക്കുക. അങ്ങനെയാണ് സാധാരണ കേരളത്തിലെ ഡിബേറ്റുകളെല്ലാം നടക്കുന്നത്. പിന്നെ ഒന്നും പറയാനില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാം, എല്ലാത്തിലും ഇടപെടാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചോദ്യങ്ങളാണ് ചോദിച്ചത്. അങ്ങ് കാടും പറമ്പും തല്ലിയാണ്, തല്ലിക്കോളൂ. ഞാൻ ഇനി മിണ്ടുന്നില്ല, തല്ലിക്കോളൂ. കാണുന്നവർക്ക് മനസ്സിലാവും. എന്റെ ചേട്ടാ ഒരാൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മിണ്ടാതിരിക്കും. എന്റെ ജിജി ചേട്ടാ, അങ്ങനെ പഠിപ്പിക്കണ്ട. ഞാൻ 5-6 വർഷമായി ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ക്ലാസിന്റെ ആവശ്യമില്ല ജിജി ചേട്ടാ. ഞാൻ 1, 2, 3, 4 അല്ലല്ല, അദ്ദേഹം പറയട്ടെ, ജിജി പറയട്ടെ. വസന്ത് ഇത് കുറെ നേരമായി. വസന്ത് അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കൂ, അദ്ദേഹം പറയട്ടെ. പുള്ളിക്ക് സമയം കൊടുത്തത്. ഒരുപാട് വർഷമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ലേ, പുള്ളി അങ്ങ് പറയട്ടെ. ജി പറയൂ. മനുഷ്യന് സംസാരിക്കാൻ ഒരു ഇടം കൊടുക്കണ്ടേ, അല്ലാതെ എങ്ങനെയാ? ഈ മധ്യപ്രദേശിലെ ഇഷ്യൂല് അവിടുത്തെ രണ്ട് ഇതുപോലത്തെ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണോ? ഈ കേസുമായി ആദ്യം അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ കത്തുമായി വരുന്നത് എന്റെ അടുത്താണ്. അവിടെ സുരേഷ് ഗോപിജിക്കും അതുപോലെ സുരേന്ദ്രൻജിക്കും ഒക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതേ സർവീസ് ഇതുപോലെ തന്നെ അവിടെ ഒരു ട്രസ്റ്റ് നടത്തുന്ന മറ്റൊരു കക്ഷികളുമായി തർക്കം നടക്കുന്നതാണ് മധ്യപ്രദേശിലെ പ്രശ്നം. അത് പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നം അവസരം കൊടുക്കുന്നു, ഗവൺമെന്റ് അവിടെ കൈക്കൂലി വാങ്ങിയിട്ടാണെന്നുള്ള വാദം വരുന്നു. ഇത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടത് ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളതാ. വേറെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ അവിടെ നടന്നിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് ഓരോ ഘട്ടത്തിൽ ഇവർക്ക് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് സർക്കാരല്ല അതിനാദ്യം ഇത് എടുക്കുന്നത്. മറ്റൊരു സന്നദ്ധ സംഘടന, ഒരു ട്രസ്റ്റ് ഇവർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. അത് ഞങ്ങളുടെ ട്രസ്റ്റ് അല്ല. ഞങ്ങളതിന് കൃത്യമായി അതിന്റെ പിന്നിൽ പോയതാണ്, ഞങ്ങളത് മനസ്സിലാക്കിയതാണ്. പിന്നെ ഇവരെന്തിനാണ് എല്ലാ പ്രാവശ്യവും ഈ ഓരോ BJP ഒരു മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അവരെ സൗഹാർദ്ദത്തിലാക്കാൻ പോകുമ്പോൾ, അവരുമായി സന്ദർശിക്കാൻ പോകുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് ഇത്ര വേവലാതി? നിങ്ങളുടെ എന്തെങ്കിലും ഞങ്ങൾ പഴയ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾ പ്രചരണം നടത്തിക്കോ. ഞങ്ങളുടെ പഴയ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ല, നിങ്ങൾ പ്രചരണം നടത്തിക്കോ. നിങ്ങൾ പറയുന്നത് ആരും ഈ സഭകളാരും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് കേരളത്തില് ഇപ്പൊ വലിയ ഇഷ്യൂ പറഞ്ഞു? ഞങ്ങൾക്ക് കേരളത്തിലെ ഇഷ്യൂസ് പറയാനുള്ളത് എന്താ അറിയാമോ? ന്യൂനപക്ഷത്തിലെ പക്ഷപാതമാണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്. ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിക്കുകയാണ്. ഒരു വിഭാഗത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണ്. അതാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത്. ഞങ്ങളിത് ക്രിസ്മസിന്റെ സന്ദേശം കൊടുക്കുന്നത് ക്രിസ്തു ജനിച്ചതിന്റെ സന്ദേശം, ഞങ്ങൾ കൂടി ആ സന്തോഷത്തിൽ BJP കൂടി നിങ്ങളോട് പങ്കാളികളാകുന്നു, ഒരുമിച്ച് സന്തോഷിക്കാം എന്നുള്ളൊരു ഒരു സന്ദേശമാണ് പോകുന്നത്. ഇതൊരു സ്നേഹയാത്രയാണ്. നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണും. നിങ്ങൾ പണ്ട് പറഞ്ഞു ഞങ്ങൾ ഇത് വോട്ടിന് വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞു. വോട്ടിന് വേണ്ടിയിട്ടാണ് അല്ല എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ എവിടെ വോട്ടുള്ളത്? ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല പോകുന്നത്. ഇത് ഇന്ത്യയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി ക്രിസ്മസ് പരിപാടികൾ വേണ്ട എന്ന് നിങ്ങൾ BJPക്ക് നിലപാടുണ്ട് എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം ക്രിസ്മസ് സന്ദേശം നൽകുന്നു, അദ്ദേഹം ബിഷപ്പുമാരുമായി ചർച്ച നടത്തുന്നു, അവരുമായി സൗഹാർദ്ദം പങ്കിടുന്നു, കേക്ക് പങ്കിടുന്നു. ഇതെല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ BJP ക്രൈസ്തവ മേഖലയിലേക്ക് ക്രിസ്മസുമായുള്ള സന്ദേശമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് വിരൽ പിടിക്കുന്നത്? നിങ്ങൾ ഓരോ ഇഷ്യൂ വരുമ്പോഴും നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ചില മേഖലയിലേക്ക് ഇതിനെ കടത്തിക്കൊണ്ടുപോകാം. നിങ്ങൾ എന്താണ് പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് MM അക്ബർ ഒരു കുട്ടി സഹപാഠി മതം മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ഒരു വിവാദപരമായ പ്രശ്നമുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ വല്ലതും വേണ്ടിയോ?
നിങ്ങൾ എന്താ മിണ്ടാതെ? നിങ്ങൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വിഷയമാണല്ലോ. നിങ്ങൾ മണിപ്പൂരിലേക്കും മധ്യപ്രദേശിലേക്കും ഒന്നും പോകണ്ടെന്നേ. നിങ്ങൾ ഇതിനെ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ മുറ്റത്ത് വിഷയം കിടപ്പുണ്ടല്ലോ. ആദ്യം നിങ്ങൾ എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞു ഇത് വക്ക ഭൂമി അല്ലെന്ന് പറഞ്ഞു വി ഡി സതീശൻ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഞാൻ 1.5 കൊല്ലം കഴിയുമ്പോൾ തീർക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ പണ്ഡിതനല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് വക്ക ഭൂമിയാണോ എന്ന് കോടതി പരിശോധിക്കണമെന്ന് പറഞ്ഞു. വക്ക ഭൂമി അല്ല എന്ന് പറഞ്ഞത് എന്താ വി ഡി സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നിങ്ങളുടെ MMSN പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് സാർ ഇവിടെ നിന്ന് ഒരുപാട് വണ്ടിക്കൂലി മുടക്കി മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ പോകുന്നത്? പോകേണ്ട ആ വിഷയം വരുമ്പോ പക്ഷെ കേരളത്തിലെ വിഷയം വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യാത്തത്? ശരി.